ഹലോ സിനിഫാൻസ് 2024 കോളിവുഡിൽ ബ്രഹ്മാണ്ഡ സിനിമകൾക്ക് വലിയ അടി കിട്ടിയ വർഷമാണെന്ന് തന്നെ പറയാം. വലിയ മുതൽ മുടക്കിൽ വലിയ ഹൈപ്പിൽ വന്ന് പ്രതീക്ഷിച്ച പോലെ ഒന്നും ആകാത്ത സിനിമകൾ തമിഴിൽ ഇക്കൊല്ലം കുറച്ച് കൂടുതലാണ്. ഇതിന് തുടക്കമിട്ടത് ശിവകാർത്തികേയന്റെ അയലാനാണ്. 2016 അനൗൺസ് ചെയ്ത് 2018 ഷൂട്ട് തുടങ്ങി ബഡ്ജറ്റ് ഇഷ്യൂസ് കൊണ്ടും കോവിഡ് കൊണ്ടുമൊക്കെ 6 വർഷങ്ങൾക്ക് ശേഷം ഇക്കൊല്ലമാണ് റിലീസായത്. ഷൂട്ട് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞ് റിലീസായത് സിനിമയ്ക്ക് വലിയ അടിയായി. കാലം തെറ്റി വന്നെന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നുവെങ്കിലും 2024 ആയപ്പോഴേക്കും അതിന്റെ വീര്യം കുറഞ്ഞു. രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അത് സമയത്തിന് റിലീസ് ചെയ്താൽ നല്ലൊരു ഫിലിം ആയേക്കും. അടുത്തത് ധനുഷ് നായകനായ ക്യാപ്റ്റൻ മില്ലർ. റോക്കി, സാനിക്കായുധമൊക്കെ എടുത്ത് അരുൺ മതീശ്വറിന്റെ സിനിമ എന്നത് സിനിമയ്ക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ടാക്കി. വളരെ റോ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളും കോണ്ടന്റും പ്രതീക്ഷിച്ചവർക്ക് കുറെ വെടിയും പുകയാണ് കിട്ടിയത്. മോശം സിനിമ എന്നല്ല, പക്ഷേ ആക്ഷൻ രംഗങ്ങളിൽ ശ്രദ്ധ കൊടുത്തപ്പോൾ എഴുത്തിൽ കൈവിട്ടു. ധനുഷ് എന്ന സ്റ്റാറിന് വേണ്ടിയും പ്രൊഡ്യൂസറിന് വേണ്ടിയും ചില കോംപ്രമൈസുകൾ ചെയ്ത പോലെ തോന്നി. ലൈക്ക വകയായിരുന്നു അടുത്തത്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ക്യാമിയോയിലെത്തി ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ലാൽസല. ഒരു രജനി പടം പോലെ ലൈക്ക പ്രൊമോട്ട് ചെയ്ത പടം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു. ഹാർഡ് ഡിസ്ക് മിസ്സായി എന്നൊക്കെ ഇന്റർവ്യൂവിൽ വന്ന സംവിധായക തട്ടിവിട്ടതുകൊണ്ടാണോ എന്തോ ഇതുവരെ OTT-യിൽ എത്തിയിട്ടില്ല. ലൈക്കയുടെ ഈ വർഷത്തെ രണ്ടാമത്തെ പരാജയ ചിത്രം. സൂപ്പർ സ്റ്റാർ വകയായിരുന്നു നേരത്തെ എങ്കിൽ ഇപ്രാവശ്യം ഉലകനായകന്റെ ഊഴമായിരുന്നു. ഇക്കൊല്ലത്തെ ഏറ്റവും മോശം തിയേറ്റർ എക്സ്പീരിയൻസ് ആയി എനിക്ക് പേഴ്സണലി ഫീലായ ഇന്ത്യൻ 2. ശങ്കറും ലൈക്കയും ചേർന്ന് നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു 10 കൊല്ലം മുമ്പ് ഇറങ്ങിയാൽ പോലും വലിയ ക്രിറ്റിസിസം കിട്ടുമായിരുന്ന സിനിമ. അഴിമതിയാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നം എന്ന പാരലൽ വേൾഡിൽ നിന്ന് ശങ്കർ പുറത്തു വന്നിട്ടില്ല. സിദ്ധാർത്ഥ് ഉൾപ്പെടെ വരുന്നവരും പോകുന്നവരും എല്ലാം അന്യായ വെറുപ്പിയിലായിരുന്നു. സോഷ്യൽ മീഡിയ. അടുത്തത് ധനുഷിന്റെ സംവിധാനത്തിൽ വലിയ കാസ്റ്റ് ആൻഡ് ക്രൂവിൽ എത്തിയ രായനാണ്. ധനുഷ്, ST സൂര്യ, കാളിദാസ് ജയറാം, സന്ദീപ് കിഷൻ, അപർണ ബാലമുരളി, പ്രകാശ് രാജ്, അങ്ങനെ വലിയ കാസ്റ്റും AR റഹ്മാൻ മ്യൂസിക്, സൺ പിക്ചേഴ്സ് പ്രൊഡക്ഷൻ, ഇതൊക്കെ ഉണ്ടായിട്ടും ഒന്നും ആകാതെ പോയി സിനിമ. ധനുഷ് എന്ന സംവിധായകൻ നന്നായിരുന്നുവെങ്കിലും എഴുത്ത് കയ്യിൽ നിന്ന് പോയി. പ്രത്യേകിച്ച് രണ്ടാം പകുതി. AR റഹ്മാന്റെ നല്ല പാട്ടുകൾക്കും BGMകൾക്കും പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പ്രൊമോഷൻ മെറ്റീരിയലുകൾ ഉണ്ടാക്കിയ ഹൈപ്പിന് തുയരാൻ പറ്റാതെ പോയ സിനിമയാണ് പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത തങ്കരാൻ. പോസ്റ്ററുകൾ, ട്രെയിലർ, വിക്രമിന്റെ അന്യായ മേക്ക് ഓവർ, മറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ, കൂടാതെ പാരഞ്ജിത്ത് എന്ന സംവിധായകൻ തുടങ്ങിയ ഫാക്ടേഴ്സ് വലിയ ഹൈപ്പ് സിനിമയ്ക്ക് കൊടുത്തു. പേഴ്സണലി നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് തർക്കമില്ല. പക്ഷേ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞില്ല. വളരെ പതുക്കെ നീങ്ങുന്ന, ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങൾ സംസാരിക്കുന്ന സിനിമ, കൂടാതെ ഡയലോഗുകൾ മനസ്സിലാക്കിയെടുക്കുന്നത് പ്രേക്ഷകർ നേരിട്ട പ്രയാസവും ഒക്കെ സിനിമയെ ബാധിച്ചു. എങ്കിലും ഈ ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും സിനിമ മാറ്റാൻ പറഞ്ഞാൽ തങ്കരാൻ മാറ്റും. രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ പിഴകൾ അതിൽ പരിഹരിക്കുമെന്ന് വിശ്വസിക്കാം. അടുത്തത് ദളപതി വിജയ് ഭഗത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ദ ഗോഡ് ആണ്. വിജയ് വെച്ച് വെങ്കട് പ്രഭു ചെയ്ത സിനിമ. ക്യാമിയോകളിലും റെഫറൻസുകളിലും ഉണ്ടായ സിനിമ. ട്രെയിനും ഹെലികോപ്റ്ററും പാരാഗ്ലൈഡും DAGയും ക്ലോണും തൃശ്ശൂരുടെ ഡാൻസും ഒക്കെ നിറഞ്ഞു നിന്ന സിനിമ. വിജയുടെ പൊളിറ്റിക്കൽ എൻട്രി അനൗൺസ് ചെയ്തതിനു ശേഷം ഇറങ്ങുന്നത് കൊണ്ടും വിജയ് ഡബിൾ റോളിലാണെന്നത് കൊണ്ടും വലിയ ഹൈപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഒരു വിജയ് സിനിമ എന്നത് തന്നെ അങ്ങേറ്റ ഹൈപ്പാണ്. അത് എത്ര കുറയ്ക്കാൻ നോക്കിയാലും അത് അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ ഉണ്ടായിരുന്ന ഹൈപ്പിനകത്ത് പടം ഒട്ടും എത്തിയില്ല. ഒരു ആവശ്യമില്ലാതെ ഒരു രണ്ടാം ഭാഗത്തിന് ലീഡും കൊടുത്തിട്ടുണ്ട്. പടത്തെ പറ്റിയ മോശം അഭിപ്രായങ്ങൾ തന്നെയായിരുന്നുവെങ്കിലും സിനിമ 400 കോടിയിലധികം നേടിയെന്നാണ് അവകാശപ്പെടുന്നത്. കാരണം ദളപതി വിജയ് എന്നൊരൊറ്റ ബ്രാൻഡ്. അത് നല്ല കാര്യമാണോ ഇല്ലയോ എന്നത് രണ്ടാമത്തത്. പക്ഷെ അത് അംഗീകരിച്ചു കൊടുത്ത് തന്നെയാണോ. അടുത്തത് വീണ്ടും ഒരു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ലൈക്ക മൂവി വേട്ടയൻ. JP മെടുത്ത ഡയറക്ടർ PJ ജ്ഞാനവേലിന്റെ അടുത്ത സിനിമ രജനിയുടെ പോലീസ് വേഷം. രജനീകാന്ത് ഒരു കോണ്ടന്റ് ഓറിയന്റ് ആയ ഒരു സിനിമയിൽ എത്തുന്നു എന്നതുകൊണ്ടും വലിയ പ്രതീക്ഷകളായിരുന്നു. സിനിമ മോശമായിരുന്നില്ല, പക്ഷേ വലിയൊരു ശതമാനം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ല. ഒരു തലിവർ സിനിമയുമായില്ല, ഒരു ജ്ഞാനവേൽ സിനിമയും ആയില്ല. സിനിമയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമണം കൈകാര്യം ചെയ്തതിൽ വിമർശനങ്ങളുണ്ടായി. ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച ചലനം ഉണ്ടാക്കിയില്ല. കടസിയില தான் வந்து சேர்ந்தாரு விநாயக். 2.5 കൊല്ലത്തെ കാത്തിരിപ്പ് ഓടി നടത്തുന്ന സൂര്യയുടെ പ്രൊമോഷൻ പോരാത്തതിന് പ്രൊഡ്യൂസറും ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും ഒരു കുഞ്ഞു റോൾ ചെയ്തവരടക്കമുള്ളവരുടെ ഹൈപ്പ് ഒക്കെ സിനിമയെ നന്നായി ബാധിച്ചു. ഇവരൊക്കെ പറഞ്ഞൊന്നും അല്ലായിരുന്നു തിയേറ്ററിൽ കണ്ടത്. ഒരു ഡീസന്റ് അറ്റംപ്റ്റ് ആയിരുന്നുവെങ്കിലും മോശം എഴുത്ത് തന്നെയായിരുന്നു സിനിമയുടെ പ്രധാന നെഗറ്റീവുകളിൽ നിന്നും. കൂടാതെ കാതടപ്പിക്കുന്ന ശബ്ദം. ഇതിനു വേണ്ടിയായിരുന്നു സൂര്യ ഇത്ര വലിയ ഗ്യാപ്പ് എടുത്തതും എഫേർട്ട് ഇട്ടതും എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിലെ പിഴവുകളെല്ലാം പരിഹരിച്ച് പ്രതീക്ഷിച്ച് തുഴയട്ടെ. ഒരു മാസം കൂടെ ബാക്കി നിൽക്കെ ഇനി കോളിവുഡിൽ വലിയ ഹൈപ്പുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി എന്നൊക്കെ പറയാൻ വിടുതലെ പാർട്ട് 2 ആണുള്ളത്. വെട്ടർമാരനായതുകൊണ്ട് തന്നെ അതൊരിക്കലും കയ്യിന്ന് പോകില്ല എന്നൊരു ഉറപ്പുണ്ട്. വലിയ സിനിമകൾ സ്വപ്നം കാണുന്നത് തെറ്റില്ല, പക്ഷെ അത് ചെയ്ത് വിജയിപ്പിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള അറ്റംപ്റ്റുകൾ ഇല്ലാതാവും. റിസ്ക് എടുക്കാൻ ഭയക്കും. അതുപോലെ ഒരുപാട് ബജറ്റും വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല. നല്ലൊരു കഥയും സ്ക്രീൻ പ്ലേയും അതിനകത്ത് മേക്കിങ്ങും ഒക്കെ വേണം. എല്ലാം കൂടെ ചേരുന്നില്ലേ സിനിമ. നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, അല്ലാത്ത പക്ഷം വിമർശനങ്ങൾ ഉണ്ടാകും. അവിടെ കഷ്ടപ്പാടിന്റെ കാർഡ് എടുത്ത് കളിക്കരുത്. ഒരു പ്രൊഡ്യൂസറിന്റെ 100 കോടിക്കുള്ള അതേ വില തന്നെയാണ് സാധാരണക്കാർ ടിക്കറ്റിനായി ചിലവാക്കുന്ന 150 രൂപയും അവന്റെ സമയവും. ഓരോ സിനിമയ്ക്കും കാശ് വീശി കഴിയുന്ന നിർമ്മാതാക്കൾ എടുക്കുന്ന സിനിമയ്ക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുകൂടി നോക്കണം. പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ബ്രഹ്മാണ്ഡം എന്നത് വെറും പേരിൽ മാത്രം ആകരുത്. എഴുതിലും മേക്കിങ്ങിലും ഒക്കെ കൂടെ വേണം.